കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ സ്വർഗ്ഗം ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഒരു വേദപഠനം നമുക്ക് ഒരുക്കി തന്ന സർവ്വശക്തനായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ബന്ധത്തിൽ താൻ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതായി വിശുദ്ധ തിരുവെഴുത്തുകളിൽ നാം പഠിക്കുന്നുണ്ട്. ഈ 12 ശിഷ്യന്മാരെക്കുറിച്ച് യേശു ക്രിസ്തുവിന് വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നു. താൻ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അതിനുശേഷം തൻ്റെ ഈ ഭൂമിയിലെ പരസ്യ ശുശ്രൂഷ കഴിഞ്ഞ് തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി ചെന്നു കഴിയുമ്പോൾ ഈ ഭൂമിയിൽ താൻ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ഭംഗിയായി നിറവേറ്റേണ്ടതിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഇവരുടെ ശുശ്രൂഷകളെയും ഇവരുടെ പ്രവർത്തന മേഖലകളെയും കുറിച്ച് വളരെ വ്യക്തമായി സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലും നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇന്ന് നിങ്ങളുമായിട്ട് ഈ 12 അപ്പോസ്തലന്മാരെക്കുറിച്ച് ഉള്ള സന്ദേശം പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇന്ന് അതിൽ പ്രധാനിയായിരിക്കുന്ന പത്രോസ് എന്ന വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനിയായി നിൽക്കുന്ന പത്രോസ്, വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ശിഷ്യന്മാരിൽ ഒന്നാമനായിരിക്കുന്ന പത്രോസ് എന്നാണ്. അപ്പോൾ ശിഷ്യന്മാരിൽ ഒന്നാം സ്ഥാനം യേശു ക്രിസ്തു പത്രോസിന് കൊടുക്കുന്നതായി തിരുവെഴുത്തുകളിൽ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഈ പത്രോസിനെ കുറിച്ച് തന്നെ പിന്നെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശിഷ്യന്മാരിൽ പ്രധാനിയായിരിക്കുന്ന പത്രോസ് എന്ന് കാണുവാനും സാധിക്കുന്നു. അപ്പോൾ ഒന്നാം സ്ഥാനവും ഏറ്റവും പ്രാധാന്യതയും അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് പത്രോസ് എന്ന് നമുക്ക് ആ എഴുത്തുകളിലൂടെ പരിചയപ്പെടുവാനും പഠിക്കുവാനും കഴിയുന്നു. ഈ പത്രോസിനെ കുറിച്ച് പത്രോസിൻ്റെ കുടുംബ പശ്ചാത്തലം നിങ്ങളുമായിട്ട് ഒരല്പസമയം പങ്കുവയ്ക്കട്ടെ. പത്രോസ് അപ്പോസ്തലൻ പാലസ്തീൻ വടക്ക് ദേശത്ത് അല്ലെങ്കിൽ ഗലീല കടൽ തീരത്തിനടുത്തു സമീപ പ്രദേശമായിരിക്കുന്ന അവിടെ വേദപുസ്തകം തന്നെ രേഖപ്പെടുത്തുന്നത് ബെത്സയിദ എന്ന പട്ടണത്തിൽ പത്രോസ് അപ്പോസ്തലൻ ജനിച്ചു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: പീലിപ്പോസോ അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവൻ ആയിരുന്നു. ഇവിടെ രേഖപ്പെടുത്തുന്നത് പത്രോസിൻ്റെ പട്ടണമായ ബെത്സയിദ. അപ്പോൾ പത്രോസിൻ്റെ ജന്മദേശം ബെത്സയിദ ആണെന്ന് ബൈബിൾ വളരെ വ്യക്തമാക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തു വർഷം ഏതാണ്ട് AD 1 AD 6 ഈ സമയത്താണ് പത്രോസിൻ്റെ ജനനം എന്നാണ് തിരുവെഴുത്തുകളിൽ അല്ലെങ്കിൽ മറ്റു വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. പത്രോസിൻ്റെ പിതാവിൻ്റെ പേര് യോന അല്ലെങ്കിൽ യോഹന്നാൻ എന്നും അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് യോഹന്ന എന്നുമാണ് തിരുവെഴുത്തുകളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരിക്കുന്ന അന്ത്രയോസ് ഈ പത്രോസിൻ്റെ സഹോദരനാണെന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെയും നാം പത്രോസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ബെത്സയിദയിലും അതുപോലെ തന്നെ കഫർനഹൂമിലുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ 2 വീടുള്ളതായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹം തൻ്റെ ഭാര്യയുമായിട്ട് കുടുംബസമേതം താമസിക്കുന്നത് കഫർനഹൂമിലും ആയിരുന്നു. ഇനി കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ കണ്ടുമുട്ടുന്ന രംഗം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. യേശു കർത്താവ് പരസ്യ ശുശ്രൂഷയുടെ ആദ്യ സമയങ്ങളിൽ താൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതാ പത്രോസിനെ തിരഞ്ഞെടുക്കുന്നതായി വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തുമ്പോൾ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് യോഹന്നാൻ സ്നാപകനോടൊപ്പം ഉണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഈ അന്ത്രയോസ് ഇത് മനസ്സിലാക്കുകയും അവൻ ആദ്യം യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ അന്ത്രയോസ് ഓടിച്ചെന്ന് തൻ്റെ സഹോദരനായ പത്രോസിനെ വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ 1-ൽ 42-ാം വാക്യത്തിൽ അവിടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വായിക്കട്ടെ. അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ടു അവനോട്, ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ത്രയോസ് ഓടിച്ചെന്ന് പത്രോസിനോട് പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ അല്ലെങ്കിൽ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു, രക്ഷകനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന സന്ദേശം പത്രോസിന് അന്ത്രയോസ് കൈമാറുകയാണ്. ഈ സമയത്ത് യേശു കർത്താവ് ഈ പത്രോസിനെ കാണുകയും അവനോട് ഇപ്രകാരം പറയുകയും ചെയ്യുകയാണ്. അതിൽ 42-ാം വാക്യം:
അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. അപ്പോൾ തന്നെ 1-ാം അധ്യായം 42-ാം വാക്യത്തിൽ നാം കാണുകയാണ്, യേശു കർത്താവ് പത്രോസിനെ അവൻ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഈ സമയത്ത് ഒരു പക്ഷെങ്കിൽ പത്രോസിന് ഇതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നിരിക്കാം. എങ്കിലും പത്രോസിനെ യേശു കർത്താവിൻ്റെ ആദ്യത്തെ കണ്ടുമുട്ടലിൽ പത്രോസിനോടുള്ള വിളിയുടെ ആദ്യത്തെ ഘട്ടമായിട്ട് നമുക്കിതിനെ കാണുവാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ ഘട്ടമാണ് കുറച്ചുകൂടി വിശാലമായിട്ട് തിരുവെഴുത്തുകളിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് ഞാൻ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യേശു കർത്താവ് അവൻ ഗൻസേര തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിരക്കിക്കൊണ്ടിരിക്കുകയാൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. യേശു കർത്താവ് തൻ്റെ ജനത്തോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. തൻ്റെ ശ്രോതാക്കളോട് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അവിടെ പത്രോസും അല്ലെങ്കിൽ ശീമോനും തൻ്റെ സഹോദരന്മാരും രാത്രി മുഴുവനും വലവീശി ഒരു മീൻ പോലും ലഭിക്കാതെ ഇവർ അവിടെ നിരാശരായിട്ടിരിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ചില വാക്യങ്ങൾ ഇനി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ലൂക്കോസ് 5-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. യേശു സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറുമാറായി. ഇവിടെ നാം കാണുകയാണ് യേശുക്രിസ്തുവിൻ്റെ വാക്ക്. യേശുക്രിസ്തു ശിഷ്യനോട് അല്ലെങ്കിൽ തൻ്റെ ശിഷ്യനാകാൻ പോകുന്ന പത്രോസിനോട് പറയുകയാണ്, നീ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും നിനക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്ന ഇടത്തേക്ക് നിൻ്റെ വലയിറക്കുവിൻ എന്ന് യേശു കർത്താവ് ശീമോനോട് പറഞ്ഞപ്പോൾ ശീമോൻ അത് യേശുവിൻ്റെ വാക്ക് കേട്ടിട്ടും ഇങ്ങനെയൊന്ന് പറയുന്നുണ്ട്, കർത്താവ്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല, നിൻ്റെ വാക്കിനാൽ ഞാൻ വലയിറക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒഴിഞ്ഞ വലയും വള്ളവും ആ കർത്താവ് കാണിച്ച ദിശയിലേക്ക് നീക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം തനിക്ക് ലഭിക്കുവാനും ഒരു വലിയ സന്തോഷം, അവരുടെ നിരാശ മാറി ഒരു വലിയ സന്തോഷം പങ്കിടുവാനും കഴിഞ്ഞു. ഇന്ന് ഈ പത്രോസിൻ്റെ അനുഭവത്തിൽ നിന്നും ഒരു സന്ദേശം ഞാൻ കൈമാറാം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം നിരാശയുടെ ഒരു അനുഭവത്തിലായിരിക്കാം, ഒഴിഞ്ഞ അനുഭവത്തിലായിരിക്കാം. യേശു കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ആ യേശു കർത്താവിൻ്റെ ശബ്ദത്തിനനുസരിച്ച് മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ നിൻ്റെ ഒഴിഞ്ഞ അവസ്ഥകളിൽ നിന്നും നിന്നെ വീണ്ടെടുത്ത് നിറയ്ക്കുവാൻ യേശുവിന് കഴിയുമെന്ന് ഇവിടെ ഒരു മഹത്കരമായ സന്ദേശമാണ് പത്രോസിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി മൂലം പത്രോസ് ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യനായി തീർന്നിരിക്കുകയാണ്. പത്രോസിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്, ആദ്യത്തെ വ്യക്തിത്വം സകലവും വിട്ട് യേശു ക്രിസ്തുവിനെ അനുഗമിച്ചവനാണ്. അതാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. രണ്ടാമത്തത്, ഒരല്പവിശ്വാസിയുടെ ചുവട് അവിടെ കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തു അത് വിശുദ്ധരെ ഇരിക്കുന്നവർക്ക് ആഹാരം കൊടുത്തതിന് ശേഷം ഈ ശിഷ്യന്മാരെ വിട്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ശിഷ്യന്മാർ യേശുവിൽ നിന്നും അകന്ന് അതേ കടൽ യാത്ര ചെയ്യുകയാണ്. ഈ സമയത്ത് വലിയ കാറ്റും കോളും അവരിൽ ആഞ്ഞടിക്കുമ്പോൾ ഈ കടലിന് മീതെ കൂടെ നടന്ന് വെള്ളത്തിന് മീതിലൂടെ നടന്ന് യേശു കർത്താവിയുടെ മുമ്പിൽ വരുമ്പോൾ പത്രോസ് യേശുവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ ക്രിസ്തുവെങ്കിൽ ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരട്ടെയോ? യേശു പത്രോസിനോട് പറയുന്നു, അതെ, നീ എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുവിൻ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ വാക്ക് കേട്ട് പത്രോസ് ഇറങ്ങിച്ചെന്നുവെങ്കിലും ആഴങ്ങൾ കണ്ടപ്പോൾ, വലിയ തിരമാല അവൻ്റെ ജീവിതത്തിൽ കണ്ടപ്പോൾ അവൻ്റെ വിശ്വാസം തണുക്കുകയും അവൻ താഴ്ന്ന് വെള്ളത്തിനടിയിലേക്ക് പോകുവാൻ തുടങ്ങുകയും ചെയ്തു. ഈ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്, അല്പവിശ്വാസിയെ, അല്പവിശ്വാസിയെ എന്ന് യേശു പത്രോസിനെ വിളിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പത്രോസിൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ഭാഗം ഒരല്പവിശ്വാസിയുടെ ചുവട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമത്തത് ഞാൻ വളരെ വേഗതയിൽ പറയട്ടെ, അവൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. മത്തായി 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഫിലിപ്പിയരുടെ കൈസരുടെ ദേശത്ത് യേശു ക്രിസ്തു ചെല്ലുമ്പോൾ ഇവിടെയുള്ളവരെന്നെ ആരെന്ന് പറയുന്നു എന്ന് കാണുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. അവിടെയുള്ളവർ പലരും യേശു ഏലിയാവാണെന്നും യേശു യിരെമ്യാ പ്രവാചകനാണെന്നും യേശു യോഹന്നാൻ സ്നാപകനാണെന്നും ഒക്കെ പറയുമ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഈ സമയത്ത് പത്രോസ് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ പുത്രനായ സാക്ഷാൽ യേശു ക്രിസ്തുവേശു തന്നെ, അല്ലെങ്കിൽ മശീഹ തന്നെ എന്ന് അവൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉറച്ച ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ മാതൃക
പത്രോസ് നമുക്ക് കൈമാറുകയാണ്. അവിടെ അടുത്ത പത്രോസിനെ നമുക്ക് കാണുന്നത് മറുരൂപമലയിലെ അനുഭവത്തിലാണ്. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം കാണുവാനായിട്ട് പത്രോസിന് സാധിച്ചു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുകയാണ്. 5-ാമത്തെ ഭാഗം ഞാൻ പറയാം. വാഗ്ദത്തം ലഭിച്ചവനായി പത്രോസിനെ കാണുകയാണ്. മത്തായി 16-ാം അധ്യായം 17 മുതൽ 19 വരെ ഉള്ള വാക്യങ്ങളിൽ സ്വർഗീയ അംഗീകാരം അവന് ലഭിക്കുന്നതായി പ്രിയമുള്ളവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നീട് പത്രോസിനെ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ആമേൻ തിരുവത്താഴ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പത്രോസിനെ കാണുകയാണ്. ആമേൻ അത് യേശു കർത്താവ് തിരുവത്താഴ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആമേൻ തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിയിരുത്തി ഒരു വലിയ ശുശ്രൂഷ ചെയ്തെടുക്കുമ്പോൾ പത്രോസിൻ്റെ എളിമയുടെ അനുഭവം അവിടെ പഠിക്കുവാനായിട്ട് കഴിയും. ആമേൻ യേശുവിന് മുമ്പിൽ താഴുവാനായിട്ടുള്ള മനസ്സ് അവനുണ്ടാകുന്നതായി ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നെയും നാം പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുന്നത് യേശു കർത്താവിനെ ഇപ്പോൾ ഇതാ ക്രൂശിക്കാൻ കൊണ്ടുപോകുകയാണ്. ആ സമയത്ത് ഇത്രത്തോളം അത്ഭുതങ്ങൾ കണ്ടവൻ, ഇത്രത്തോളം പ്രത്യാശ നിറഞ്ഞ പത്രോസ് അല്പസമയം യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞാൻ അവൻ്റെ ശിഷ്യനല്ല എന്ന് പറഞ്ഞവനെ പ്രാഗിക്കൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് തിരുവെഴുത്തുകളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുമ്പോൾ ആമേനെങ്കിലും യേശു ഇത് മുന്നമേ പറഞ്ഞതുകൊണ്ട് അവൻ പശ്ചാത്താപിച്ച് കരയുകയും യേശുവിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുകയെന്ന് എന്നത് കാണുവാനായിട്ട് കഴിയുന്നു. അതിനുശേഷം യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, അവൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പത്രോസിനെ കാണുന്നത് പെന്തക്കോസ്ത് നാളിൽ ആമേൻ അതെ ആ ദൈവത്തിൻ്റെ ആത്മാവ് ശിഷ്യന്മാരുടെ മേൽ പകരുമ്പോൾ പത്രോസിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സുവിശേഷത്തിൽ കണ്ട പത്രോസിനെ അല്ല പിന്നെ കാണുന്നത്. അതേ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവവചനം ശുശ്രൂഷിക്കാൻ കരുത്തുള്ള അപ്പോസ്തലനെ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സുവിശേഷത്തിൽ ഒരുപക്ഷെങ്കിൽ പേടിച്ച് പിന്മാറിയ അപ്പോസ്തലനെ കണ്ടുവെങ്കിൽ അതേ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ധൈര്യമുള്ളവനും ആമേൻ ശക്തനായ പ്രാസംഗികനുമായി പത്രോസിനെ കാണുകയാണ്. എന്നാൽ പത്രോസിൻ്റെ അവസാന നാളുകൾ കൂടി ഞാൻ പറയട്ടെ. യഹൂദ രാജാവായിരിക്കുന്ന അഗ്രിപ്പ ഒന്നാമൻ അതേ സഭയെ പീഡിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ആമേൻ റോമാ നഗരം നീറോ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ റോമാ നഗരത്തെ മുഴുവനും അഗ്നിക്കിരയാക്കുന്ന സമയത്ത് ആമേൻ ജനം മുഴുവനും നീറോ ചക്രവർത്തി നേരെ തിരിയുമെന്ന് കണ്ടപ്പോൾ ഇത് എൻ്റെ കുഴപ്പമല്ല, പിന്നെയോ ആമേൻ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ഇവിടെയുണ്ട്, അവർ ആമേൻ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ഇത് നശിക്കുമെന്ന് മുന്നമേ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ശിഷ്യന്മാരിലേക്ക് ഈ കുറ്റം ചാർത്തുകയാണ്. അങ്ങനെ പത്രോസിനെ പിടിക്കുകയും ജയിലിലാക്കുകയും ശേഷം പ്രിയമുള്ളവരെ ആമേൻ വചനം പറയുന്നത് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ലേഖനങ്ങൾ പറയുന്നത് AD 67 ജൂൺ മാസം 29-ാം തീയതി പത്രോസിനെ തലകീഴായി ക്രൂശിച്ച് കൊന്നുകളഞ്ഞതായി കാണുകയാണ്. ആമേൻ നിങ്ങൾ ഒരു വാക്ക് ശ്രദ്ധിക്കുന്നുവെങ്കിൽ കിലിയാൻ, പാലൈറ്റൻ എന്നീ കുന്നുകളിലെ തടിമില്ലുകളിൽ നിന്നും അഗ്നിപ്രളയം 9 ദിവസം റോമാ നഗരത്തെ കത്തിയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പത്രോസിൻ്റെ നിലവിളി ദൈവം കേൾക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ ആമേൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീർന്ന പത്രോസ് ഇപ്പോൾ അവന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുകയാണ്. എങ്ങനെയാണ്? അതാ പത്രോസിനെ കൊണ്ടുപോയി ആമേൻ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് കൊന്നുകളഞ്ഞതുപോലെ തന്നെ പത്രോസിനെ കൊല്ലുവാനായിട്ട് തീരുമാനിക്കുകയാണ്. പത്രോസിനെ കൊല്ലുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ പത്രോസിനെ ക്രൂശിച്ച് കൊല്ലുന്നു എന്നറിയുമ്പോൾ പത്രോസ് പറയുകയാണ്, അരുത്, എൻ്റെ ഗുരുവിനെ ക്രൂശിച്ചതുപോലെ എന്നെ ഒരിക്കലും ക്രൂശിക്കരുത്. ആമേൻ അവനെ ക്രൂശിച്ചതുപോലെ അവന് തുല്യം ക്രൂശിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് പത്രോസ് പറയുകയാണ്, നിങ്ങൾ എന്നെ തലകീഴായി ക്രൂശിച്ചു കൊള്ളുവിൻ. ആമേൻ അങ്ങനെ അതേ അന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നിന്ദാപരമായ ശിക്ഷയായിരിക്കുന്ന തലകീഴായിട്ടുള്ള ക്രൂശീകരണത്തിലൂടെ പത്രോസ് അതേ ക്രിസ്ത്യാനികൾ ആമേൻ ഉറ്റുനോക്കിയിരുന്ന ഒരു രക്തസാക്ഷിത്വം അവിടെ വഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്രയോ ഭയങ്കരമായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് പത്രോസ്. ഇന്ന് നാം ഈ ദൈവവചനം പഠിക്കുമ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൽ നാം കാണുകയാണ്, ഒരിക്കൽ യേശുവിനെ തള്ളി പറഞ്ഞുവെങ്കിലും പിന്നീട് അവൻ യേശു കർത്താവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി തീരുന്ന അനുഭവത്തിലേക്ക് പത്രോസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ക്രിസ്ത്യാനികൾക്ക് ഊർജ്ജം പകർന്നുകൊണ്ട്, ക്രൈസ്തവ സമൂഹത്തിൽ ഊർജ്ജം പകർന്നുകൊണ്ട് എന്നും പ്രചോദനമായി പത്രോസിൻ്റെ ശബ്ദങ്ങൾ, പത്രോസിൻ്റെ അനുഭവങ്ങൾ ഇന്നും ഓരോ ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ മാറ്റലുകൊള്ളുകയാണ്. ആമേൻ ഓരോ ക്രൈസ്തവനും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഇന്നും പ്രചോദനമായി തീരുന്ന ഒരു വിശുദ്ധൻ്റെ ജീവിതം നമുക്കവിടെ ദർശിക്കുവാനായിട്ട് കഴിയുകയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത് ആമേൻ ഒരിക്കൽ പത്രോസിനെ പോലെ നിങ്ങൾ യേശുവിനെ തള്ളിപ്പറഞ്ഞുവെങ്കിൽ ആമേൻ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെയും ആമേൻ അതെ അവന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുവാൻ, അവന് വേണ്ടി ക്രൂശുമരണം വഹിക്കുവാൻ, അവന് വേണ്ടി കഷ്ടം സഹിപ്പാൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആമേൻ കർത്താവിൻ്റെ വചനത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായത്തിൽ 16 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു എന്നുള്ള വാക്യം അവിടെ വളരെ ശ്രദ്ധേയമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
അവൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട്, അല്ലെങ്കിൽ പത്രോസ് ഉൾപ്പെടുന്ന ശിഷ്യഗണത്തോട് പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കർത്താവിനെ തിരഞ്ഞെടുത്തു എന്നല്ല, പിന്നെയോ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതേ, കർത്താവിനെ നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. അത് ഞാനാണ് കർത്താവിനെ കണ്ടുമുട്ടിയത്, ഞാനാണ് കർത്താവിനെ തിരഞ്ഞെടുത്തത്, ഞാനാണ് കർത്താവിനെ മനസ്സിലാക്കിയതെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്, അവൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, പിന്നെയോ നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ അവിടെ ഒരു ഭാഗം കൂടി ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിച്ചു കേൾപ്പാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ ചിന്താതീതമായൊരു വിഷയമാണ്. അതേ, പത്രോസിന് അറിയാം, പത്രോസിന് എന്തിനാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. അതേ, പത്രോസിനോട് പറയുന്നു, അവൻ നീ ഇന്നു മുതൽ ശീമോൻ എന്നല്ല, അതെ, നീ ഇന്നു മുതൽ പത്രോസ് എന്ന് അറിയപ്പെടും. അവൻ പത്രോസ് എന്ന തൻ്റെ നാമം മാറ്റിയതിലൂടെ തന്നെ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പത്രോസിന് വളരെ വ്യക്തമാണ്. എന്നാൽ കൂടി യേശു കർത്താവ് ഒരിക്കൽ കൂടി ശിഷ്യന്മാരോട് അത് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. ആമേൻ. തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് ഫലം കായ്ക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പത്രോസിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ അതേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അവനിൽ പുറപ്പെടുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ആമേൻ അവനിൽ ഉളവാകുന്നത് കാണുവാനായിട്ട് കഴിയുമായിരുന്നു. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം അവൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന, ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ഒരു ഇണങ്ങിയ ആയുധമായി പത്രോസ് മാറിയതുപോലെ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായി നാം മാറേണ്ടതും വളരെ ആവശ്യമാണ്. രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. ആമേൻ. ഈ കായ്ച്ചിരിക്കുന്ന ഫലം യേശു തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഫലം കായ്ച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ ഫലം നിലനിൽക്കേണ്ടതിനും. ആമേൻ. പലപ്പോഴും നാം കാണുന്നത് ഇങ്ങനെയാണ്, പലരിലും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കുന്ന ഒരു അനുഭവത്തിൽ വന്നതിന് ശേഷം അതിനെ നിലനിർത്തുവാൻ കഴിയാതെ വിശ്വാസ ജീവിതത്തിൽ നിന്നും അനേകം പേര് പിന്മാറിപ്പോകുന്നതായി കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ പട്ടികയിൽ പോലും അങ്ങനെയുള്ളവരെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലം അവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു വന്നപ്പോഴെല്ലാം അതിന് മുൻകൂട്ടി അതിന് വില കൊടുക്കാതെ അവർ പലപ്പോഴും ആ ഫലത്തെ നിലനിർത്തുവാൻ കഴിയാതെ വിശ്വാസ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ഒരുപാട് പേരെ ബൈബിളിൽ പഠിക്കുവാനായിട്ട് കഴിയും. ഇന്നും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ അനേകം പേരെ നമുക്കങ്ങനെ ദർശിക്കുവാനായിട്ട് കഴിയുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്. ആമേൻ. ഈ സന്ദേശം കേൾക്കുന്ന, ഈ സന്ദേശം ശ്രവിക്കുന്ന ഓരോരുത്തരുമായിട്ടും ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ ഫലം കായ്ക്കുക മാത്രമല്ല, നിങ്ങളുടെ ഫലം നിലനിൽക്കുകയും കൂടി വേണം. പത്രോസ് ഫലം കായ്ക്കുക മാത്രമല്ലായിരുന്നു, അവൻ്റെ ഫലം നിലനിൽക്കുകയും കൂടെ ചെയ്തു. ആമേൻ. താൻ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷം അതേ നിരവധി സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സഭയുടെ ആമേൻ കെട്ടുപണിക്ക് വേണ്ടി ചുമല് കൊടുക്കുവാൻ തക്കവണ്ണം പത്രോസിന് സാധിച്ചു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ അതേ തൻ്റെ പ്രസംഗത്തിലൂടെ 3000 പേരും 5000 പേരും ഒക്കെ സ്നാനപ്പെടുന്ന ഒരു വലിയ ശുശ്രൂഷ ആ പത്രോസിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് അതേ ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലം അവൻ നിലനിർത്തുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളിലും പരിശുദ്ധാത്മാവിൻ്റെ ഫലം കായ്ച്ചാൽ പോരാ, അത് നിലനിൽക്കുകയും വേണം. നിങ്ങൾ പോയി ഫലം കായ്ച്ച് നിങ്ങളുടെ ഫലം നിലനിൽക്കണമെന്നത് യേശുക്രിസ്തുവിൻ്റെ അതേ വലിയ വചനത്തിൻ്റെ അരുളപ്പാടാണെങ്കിൽ ഇന്ന് എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ, നിങ്ങളുടെ ഫലം നിലനിർത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് നിലനിർത്തുവാൻ തക്കവണ്ണം, അതിനെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നിന്നും അകന്ന് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഒരുപാട് അകന്നു മാറി ജീവിക്കുന്ന അനേകം പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളെല്ലാവരും കരുതുന്നത് അത് അവൻ ഒരു പക്ഷെങ്കിൽ ഒരു വലിയ വിശ്വാസ പിതാവെന്ന് വിളിക്കപ്പെടും, അഗ്രഗണ്യനായ വിശ്വാസി എന്ന് വിളിക്കപ്പെടുമെങ്കിലും അതേ പിൽക്കാലത്ത് അവരുടെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പിന്മാറി ഒടുവിൽ പിശാചിൻ്റെ കരാളഹസ്തത്തിൽ അകപ്പെട്ടിട്ട് ഒരു പാപത്തിൽ വിടുതൽ ലഭിക്കുവാൻ കഴിയാതെ അനേകം പേര് നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് ഞാൻ ഇവിടെ വെളിപ്പെടുത്തട്ടെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലം അവർക്ക് നിലനിർത്തുവാൻ കഴിയുന്നില്ല. ഒരു വാക്യം കൂടി വായിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇതിൻ്റെ സത്യത്തെ കൊണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും
അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ എന്ന് യേശു കർത്താവ് പറയുകയാണ്. അതെ, നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് അവൻ അറിയുന്നു. സുവിശേഷം അധ്വാനിക്കുന്ന ദൈവമക്കളുടെ ആവശ്യങ്ങൾ അവൻ ഇന്നതെന്ന് അറിയുകയും കർത്താവ് പറയുന്ന എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും അവൻ തരുവാനായിട്ടും തന്നെ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരനുഭവം പത്രോസിനുണ്ടായിരുന്നത് പോലെ, പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഒരനുഭവം പത്രോസിന് ഉണ്ടായിരുന്നത് പോലെ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ പത്രോസിന് ലഭിച്ചതുപോലെ ഇന്ന് ജീവിക്കുന്ന നമ്മളിലും ആ പത്രോസിൽ കണ്ടിരിക്കുന്ന ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വെളിപ്പെടുവാൻ, അത് നിലനിർത്തുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്നും ഈ ഭൂമിയിൽ സുരക്ഷിതമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ കേൾക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ഇതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും ആമേൻ സംഭവിച്ചിരുന്നിരിക്കാം. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ നിങ്ങൾക്ക് തരുവാനായിട്ട്, കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും അവൻ തരും എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പൗലോസിനും പത്രോസിനും ലഭിച്ചിരിക്കുന്ന, അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ ഓരോ അപ്പോസ്തലന്മാർക്കും ലഭിച്ചിരിക്കുന്ന ആ സ്വർഗീയ വാഗ്ദത്തം ഇന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ, നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആമേൻ. അവർക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗീയ വാഗ്ദത്തം എന്താണ്? കർത്താവ് പറയുക, നിങ്ങളാകുന്ന അടിസ്ഥാനത്തിന്മേൽ ആമേൻ സാക്ഷാൽ യേശുവാകുന്ന മൂലക്കല്ലായ യേശു ക്രിസ്തു അതിന് മേലിട്ടിരിക്കുന്ന അടിസ്ഥാനമായി അവർ മാറുകയാണ്. ഇന്ന് ഒരുപക്ഷെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ, പത്രോസിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ പത്രോസിൻ്റെ ജീവിതത്തിലെ മുൻകാലങ്ങൾ പോലെ എപ്പോഴൊക്കെയോ സംഭവിച്ചിരിക്കുന്ന തെറ്റുകൊണ്ട് നാം പിന്നോട്ട് മാറി നിന്നിരിക്കാം. എന്നാൽ കർത്താവ് നമുക്ക് തരുന്ന ഈ അവസരം ആമേൻ പാഴാക്കരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും യേശു കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ, അവൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ നിലനിർത്തുവാൻ, ഒരു പത്രോസിനെ പോലെ ശക്തിയായി ധ്വാനിക്കുവാൻ, കർത്താവിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നെ നിങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ്. കഷ്ടത നിറഞ്ഞ ഈ ലോകത്ത് നിന്നും ഇന്ന് പത്രോസ് ആമേൻ സ്വർഗീയ അനുഭവത്തിലൂടെ, ഇന്ന് പത്രോസ് സ്വർഗീയ അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ കഷ്ടത നിറഞ്ഞ ലോകത്തിൽ നിന്നും വേർപെട്ട് സ്വർഗീയ അനുഭവത്തിലേക്ക് ചേർക്കപ്പെടുവാൻ സമയമായിരിക്കുന്നു. ആ സ്വർഗീയ അനുഭവം ആസ്വദിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയമുള്ളവരെ? അതിന് നാം ഒരുക്കമാണോ? ആമേൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതാ സമയമായിരിക്കുന്നു. വചനം പറയുന്നു, ഇതാണ് രക്ഷാ ദിവസം, ഇതാണ് സുപ്രസാദകാലം. രക്ഷ പ്രാപിപ്പാനുള്ള അവസരം ഏറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനായിട്ട് ഒരുങ്ങാം എന്ന ആഹ്വാനത്തോടുകൂടി ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കട്ടെ. ആമേൻ. അങ്ങനെ ഒരുക്കമുള്ളവർക്കായി ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ലഭിച്ചിരിക്കുന്ന വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് ഇടപെടണമേ. ആമേൻ. ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങി നിൽപ്പാൻ, കർത്താവിന് വേണ്ടി തയ്യാറായി നിൽപ്പാൻ, അങ്ങയുടെ വരവിന് വേണ്ടി ഓരോരുത്തരും ഒരുക്കുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞു നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ടവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് കടന്നു ചെന്ന് രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളാലും കർത്താവിൻ്റെ മക്കളെ നിറയ്ക്കണം. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണം. അങ്ങയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ അങ്ങ് തരാമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, സകല നന്മകളാലും നിറച്ച് ഞങ്ങളെ വഴി നടത്തുകയും നിത്യതയിൽ കർത്താവിൽ തമ്മിൽ കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമെന്ന് ക്രിസ്തു യേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.